പ്രിയമുള്ളവരെ, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റും പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന റെമഡിയൽ ട്യൂട്ടറുമാണ്. നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലേ മക്കളോട് സോറി പറയാൻ. സോറി പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ തലേ കയറോ, അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ കേൾക്കണില്ല, അല്ലെങ്കിൽ തന്നെ ഒരു ബഹുമാനമില്ല. ഇനി സോറി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താകുമെന്ന് നമ്മൾ സംശയിക്കുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? ഞാൻ എൻ്റെ മകളോട് സോറി പറഞ്ഞിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തൊട്ടുകൊണ്ട് സോറി പറഞ്ഞിട്ടുണ്ട്. അപ്പന്റെ പിഴ, അമ്മയുടെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് സോറി പറഞ്ഞിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാമോ? പക്ഷേ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു അമ്മയുടെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഒരമ്മ ഡോക്ടർ ജിൻഡാലിന് എഴുതിയ കത്തിൽ പറയുന്നു, ആ അമ്മ പറയാണ്, എനിക്ക് എൻ്റെ മകന് പീനട്ട് ബട്ടർ വലിയ ഇഷ്ടമാണ്, പക്ഷെ പീനട്ട് ബട്ടർ ഒരുപാട് കഴിക്കരുതെന്ന് ഞാൻ എപ്പോഴും എൻ്റെ മകനോട് പറയും. ഒരു ദിവസം ഞാൻ ഉച്ചമയക്കം കഴിഞ്ഞ് വരുമ്പോ എൻ്റെ മകൻ പീനട്ട് ബട്ടറിന്റെ ബോട്ടിലില് കൈയിട്ടിട്ട് പീനട്ട് ബട്ടർ വാരി തിന്നാണ്. പെട്ടെന്ന് എന്നെ കണ്ടപ്പോ അവൻ പരിഭ്രമിച്ചു. ആ പരിഭ്രമത്തിൽ അവന്റെ കൈ കുപ്പിക്കുള്ളിൽ കുടുങ്ങിപ്പോയി. അവന് വലിച്ചെടുക്കാനാവുന്നില്ല. അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി, എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, മോം, ഡു യു സ്റ്റിൽ ലവ് മീ? അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടാണോ? നമ്മളാണെങ്കിൽ എന്തു പറയും? ആടാ, ഇഷ്ടപ്പെടാം. നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്, പീനട്ട് ബട്ടർ കഴിയിട്ട് വാരി കഴിക്കരുത്. എന്നിട്ട് കുരുത്തക്കേട് കാട്ടിയതും പോരാ, ഇഷ്ടപ്പെടാൻ ചോദിക്കാൻ വന്നേ. നാണല്ലോ നമുക്ക്? നമ്മൾ ചോദിക്കില്ലേ? ചില അമ്മമാര് മറ്റൊരു ഡയലോഗ് കൂടി കൂട്ടിച്ചേർക്കും. അതെങ്ങനെയാ? അപ്പന്റെ അതേ സ്വഭാവം, കട്ടുതീറ്റയ്ക്ക് ഒരു കുറവുമില്ല. നമ്മൾ പറയും, അപ്പൻ എന്താ കട്ടുതിന്നെന്ന് കൊച്ചിന് മനസ്സിലാവില്ല കേട്ടോ, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇവിടെ ആ അമ്മ എന്താ പറഞ്ഞറിയോ? അമ്മയോട് മകൻ ചോദിച്ചില്ലേ, മോം, ഡു യു സ്റ്റിൽ ലവ് മീ? അമ്മ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, യെസ് ഡിയർ, ഐ വിൽ ഓൾവേസ് ലവ് യു. ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കും. ഏതവസ്ഥയിലും നീ എങ്ങനെയായാലും ഞാൻ നിന്നെ സ്നേഹിക്കും. അങ്ങനെ പറയുമ്പോ ആ കുട്ടിക്കുണ്ടാവുന്നൊരു സെക്യൂർ ഫീൽ ഉണ്ട്. പ്രശ്നങ്ങളെ നേരിടുമ്പോ ഞാൻ തനിച്ചായി പോകുന്നു എന്നൊരിക്കലും ആ കുട്ടിക്ക് തോന്നുകയില്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും തോന്നുകയില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഞാൻ തനിച്ചാണ്, ഒറ്റയ്ക്കാണ്. They'll feel secure in all circumstances എന്ന് സൈക്കോളജി പറയുന്നു. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ചു പറയാനാവും, മുതിർന്നവരിലുണ്ടാകുന്ന 99% മാനസിക വൈഷമ്യങ്ങൾക്കും കാരണം ചൈൽഡ്ഹുഡിൽ അവർക്കുണ്ടാകുന്ന പാരന്റിങ് അനുഭവങ്ങളാണ് എന്നുള്ളത്. കുട്ടികൾക്ക്, മുതിർന്നവർക്ക് ഇൻസെക്യൂർ ഫീൽ ചെയ്യുന്നത്, ഞാൻ തനിച്ചായി പോകുന്നത് ഫീൽ ചെയ്ത് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്നത്, സെൽഫ് ലവ് ഇല്ലാതെയാകുന്നതൊക്കെ ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുള്ള പാരന്റിങ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്.